ഇന്നൊരു കപ്പ് പച്ചരിയും കുറച്ച് പച്ചക്കറിയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അത് കുറച്ച് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം അടുത്ത് കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ഇല്ലെങ്കിൽ എരിവുള്ളതാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അപ്പോൾ നന്നായി ലൂസായി പോകും മാവ്. ഇപ്പോൾ അതാ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് പരുവാണ്. ഇതിലേക്ക് 1.5 കപ്പ് കടലപ്പൊടിക്ക് 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് അടച്ച് വെച്ച് 1 മണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഞാനിത് പച്ചക്കറി എടുത്തിട്ടുള്ളത് വഴുതനങ്ങയാണ്. അതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങും അത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് സവാള, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഈ വഴുതനങ്ങ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ ആ കടലമാവിൽ മുക്കിയിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങാണ് ടൈം പൊരിച്ചെടുക്കുന്നത്. ഇപ്പോൾ അത് ഞാൻ ഈ ഒരൊറ്റ മാവിലാണ് ഇതെല്ലാം പൊരിച്ചെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കടച്ചക്ക, ബജിമുളക് ഇതെല്ലാം ഇതിലിങ്ങനെ പൊരിച്ചെടുത്താൽ മതി, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അത് ഉരുളക്കിഴങ്ങെല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതടുത്തത് വഴുതനങ്ങ പൊരിച്ചെടുക്കാം. ഈ സെയിം പോലെ തന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ച പോലെ തന്നെ വഴുതനങ്ങ പൊരിച്ചെടുക്കാം. ഇപ്പോൾ അത് ഉരുളക്കിഴങ്ങും വഴുതനങ്ങ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബാക്കി വന്ന മാവിലേക്ക് ചെറുതാക്കി അരിഞ്ഞ സവാള, പിന്നെ അതേപോലെ ഇഞ്ചി, പിന്നെ കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കണം. നന്നായി തന്നെ കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. സാധാ ഉള്ളിവടയൊക്കെ പൊരിക്കില്ലേ, അതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റണം. കണ്ടില്ലേ, ഈ ഒരു കളറാകുമ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഒരൊറ്റ മാവുകൊണ്ട് ഇത്ര അധികം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ വരുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം.